നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ബൈജു തിട്ടാല, കേംബ്രിഡ്ജിന്റെ മേയർ. അതിരമ്പുഴപ്പള്ളി പെരുന്നാള് നടക്കുകയാണിപ്പോൾ. അതിരമ്പുഴപ്പള്ളി പെരുന്നാള് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു. ഏതാണ്ട് കേരളം വിടുന്നിടം വരെ. ഞങ്ങളുടെ അമ്മ വീട് അതിരമ്പുഴയായിരുന്നു. എന്റെ വീട് ആർപ്പുക്കരയാണ്. ഞങ്ങൾക്ക് കൃത്യമായി 3-4 ദിവസം അവധി എടുക്കാൻ മറ്റ് പ്രത്യേക ലീവ് ആപ്ലിക്കേഷൻ ഒന്നും വേണ്ടാത്ത ദിവസങ്ങളായിരുന്നു. 20, 22, 23, 24, 25, ചിലപ്പോൾ 26 വരെ. ചിലപ്പോൾ 4 ദിവസം, ചിലപ്പോൾ 5 ദിവസം, ചിലപ്പോൾ 3 ദിവസം. ഈ പെരുന്നാള് കുടിയേറി ഒരു കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഒന്നുകിൽ എന്റെ അമ്മയുടെ അപ്പച്ചൻ, അല്ലെങ്കിൽ മമ്മിയുടെ ആങ്ങള, കുഞ്ഞച്ചൻ ചാച്ചൻ വന്ന് ഞങ്ങളെ അങ്ങ് കൊണ്ടുപോകും. പിന്നെ അവിടെയാണ് ഉത്സവം. അതിനുവേണ്ടി അതിരമ്പുഴ തയ്യാറെടുക്കുന്നത് കൃത്യമായി കണ്ടു വളർന്ന ഒരാളാണ്. എന്റെ ഓർമ്മ അതിരമ്പുഴപ്പള്ളി പെരുന്നാളിൽ വരിക എന്ന് പറയുന്നത്, വരുമ്പോൾ അതൊരു വല്ലാത്ത വൈബാണ്, വല്ലാത്തൊരു ഫീലിംഗ് ആണ്. മാറാമ്പിൽ നിന്ന് വരുന്ന കഴുന്ന്, ആ കഴുന്ന് ചന്തക്കടവ് വഴി പോകുന്നു, പള്ളിയിലെത്തുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്തിരുന്നത് ഈ ചന്തക്കടവിൽ നിന്നും മൈതാനത്തേക്ക് നടന്നു പോകുന്ന, അല്ലെങ്കിൽ ആ പ്രദർശനത്തിന്റെയൊക്കെ കൂടെ, കഴുന്നിന്റെയൊക്കെ കൂടെ പോകുന്നൊരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട്. അത് മറ്റെങ്ങും കിട്ടാത്തൊരു പ്രത്യേക അനുഭവമാണ്. അതിരമ്പുഴപ്പള്ളി പെരുന്നാളിന്റെ ഈ കലാപരിപാടികൾ ഞാനിപ്പോഴും ഓർക്കുന്ന ആർത്തഭവൻ നാടകം. അതുപോലെ ഞാൻ ആദ്യമായി കലാഭവന്റെ ഈ മിമിക്സ് പരേഡ് കാണുന്നത് അതിരമ്പുഴപ്പള്ളി പെരുന്നാളിലാണ്, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ഈ പരിപാടികളിലാണ്. ഞങ്ങളുടെയൊക്കെ ഈ അതിരമ്പുഴപ്പള്ളി പെരുന്നാളിന്റെ ഒരു പ്രത്യേകത, ഇതിൽ പ്രത്യേകിച്ച് മതമൊന്നുമില്ല. എല്ലാ നാനാജാതി മതസ്ഥർ വന്ന് ഒരു വല്ലാത്തൊരു ഉത്സവ ലഹരിയിൽ മാറുന്ന ഒരു പ്രോസസ്സാണ് ഈ അതിരമ്പുഴപ്പള്ളി പെരുന്നാൾ. ഞാൻ എന്റെ ചെറുപ്പകാലത്ത് ഓർക്കുന്ന എന്റെ വീടുകളിൽ, എന്റെ സ്വന്തം വീട് ആർപ്പുകരയിൽ നിന്ന് എന്റെ പപ്പായുടെ അനിയന്മാരെല്ലാം വരും. വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് അവര് തറവാട്ടി മമ്മിയുടെ വീട്ടിൽ വന്ന് കിടക്കും. കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അവരെല്ലാം ഏറ്റുപോകും. അവരൊക്കെ വരുന്ന അവരുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടാണ്. അതായത് ഞങ്ങളുടെ ഈ മമ്മിയുടെ വീടിന്റെ ഒരു വരാന്തയുണ്ട്. വരാന്തയിൽ വലിയ ഒരു എന്നാ പറയുക, നമ്മുടെ ഇപ്പൊ പറയുന്ന ലിവിംഗ് റൂം പോലത്തെ ഒരു സ്പേസ് ഉണ്ട്. അവിടെ ഇവരെല്ലാം കൂടെ ഇങ്ങനെ ഒന്നിച്ച് കിടക്കുകയും രാവിലെ അമ്മച്ചി, വല്യമ്മ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. അവരൊക്കെ ഇടയ്ക്ക് ഈ പെരുന്നാളിന് ആദ്യം പെരുന്നാളിന് ഇവർ വരുമ്പോൾ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ വരുമ്പോൾ ഒന്ന് വരും. അത് കഴിഞ്ഞ് വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് വീണ്ടും വരും. പിറ്റേ ദിവസം രാവിലെ ഇവർ പോകുന്ന ഒരു പ്രോസസ്സ്. അതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും ഇനി ഉണ്ടാവില്ല എന്നുള്ള ബോധ്യത്തിൽ തന്നെ ഉണ്ടാകാൻ പറ്റുമോ എന്ന് ആഗ്രഹിക്കുന്ന ചില നിമിഷങ്ങളാണ്. പിന്നീട് ഞാൻ വലുതായി കഴിഞ്ഞപ്പോൾ എന്റെ സുഹൃത്തുക്കളുമൊത്ത് ഞാൻ പോകാൻ തുടങ്ങി. അപ്പൊ അതുപോലെ ഞാൻ സുഹൃത്തുക്കളുമായി അമ്മ വീട്ടിലേക്ക് ചെന്ന് അവിടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അവിടെ കിടക്കും. പിറ്റേ ദിവസം രാവിലെ ആയിട്ട് നടന്ന് അതിരമ്പുഴയ്ക്ക് ആർപ്പുകരയ്ക്ക് തിരിച്ചു പോകും. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചുള്ള അതിരമ്പുഴ, എസ്പെഷ്യലി എന്നെ മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിൽ എന്റെ സഹോദരനാണ്, സഹോദരിയാണ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള അതിരമ്പുഴപ്പള്ളി പെരുന്നാൾ എന്ന് പറയുന്നത്, അതിരമ്പുഴക്കാരല്ലാതെ തന്നെ ഈ അതിരമ്പുഴ പെരുന്നാള് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുകയും അതിരമ്പുഴ പെരുന്നാള് കൂടുതൽ മിസ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പം വെടിക്കെട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അനുഭവം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്താണ്. അപ്പം അതിരമ്പുഴപ്പള്ളി പെരുന്നാളിന്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.